പാലക്കാട് ധോണിയിലിറങ്ങിയ കാട്ടാന PT-7 പിടിക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ആനയെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ധോണിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. വനംവകുപ്പിന്റെ ദൗത്യ സംഘം നാളെയോടെ വനത്തിലേക്ക് പോകും. ടീം സജ്ജമാണെന്നും ഇന്ന് വൈകിട്ടോടെ ടീം ട്രയൽ നോക്കുമെന്നും ACF B രഞ്ജിത്ത് പറഞ്ഞു. അതേസമയം മൂന്നാർ തോട്ടം മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം. പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന മിനി ലോറിയുടെ ചില്ലുകളും വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും പടയപ്പ അടിച്ചു തകർത്തു. മതപ്പാട് കണ്ടു തുടങ്ങിയ പടയപ്പ 1 മാസമായി അക്രമാസക്തനാണ്. ഇന്നലെ രാത്രി എസ്റ്റേറ്റിലെത്തിയ പടയപ്പ 1 മണിക്കൂറോളം അവിടെ നിലയുറപ്പിച്ചതിനു ശേഷം സമീപത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോ അടിച്ചു തകർക്കുകയായിരുന്നു. പെരിയവരയിൽ ലോവർ ഡിവിഷനിൽ P പ്രദീപിന്റെ ഓട്ടോറിക്ഷയാണ് അടിച്ചു തകർത്തത്. പെരിയവരയിൽ നിർമ്മാണ കരാറുകാരന്റെ മിനി ലോറിയും പടയപ്പ തകർത്തു. സമീപത്തുള്ള ചെല്ലുതുരൈ, ജയപ്പാൽ എന്നിവരുടെ കൃഷിയിടത്തിലെ വിളവെടുപ്പിന് തയ്യാറായിരുന്ന ബീൻസ് പടയപ്പ തിന്നു നശിപ്പിച്ചു. ഇരുവർക്കുമായി 60,000 രൂപയുടെ നഷ്ടമുണ്ടായി. 2 ദിവസം മുൻപ് കന്നിമല ടോപ്പ് ഡിവിഷനിൽ പട്ടാപ്പകലിറങ്ങി തൊഴിലാളികളുടെ ഉച്ചഭക്ഷണ പാത്രങ്ങൾ അടക്കം തകർത്തിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എസ്റ്റേറ്റിലെത്തുന്ന പടയപ്പ വാഹനങ്ങൾ തകർക്കുന്ന രീതി പതിവായിരിക്കുകയാണ്. വനം വകുപ്പിനെ വിവരമറിയിച്ചിട്ടും വന്നില്ലെന്നും നഷ്ടപരിഹാരം ഉടൻ തന്നില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ஃபாரஸ்ட் உத்தியோகங்களை நைட்டில் கூப்பிட்டாமல் வர்றது கிடையாது. இப்போ நேற்றுக்கு நைட்டு பிரதீப்பும் இங்கே இருக்கக்கூடிய பொதுமக்கள்லாம் ஃபாரஸ்ட் உத்தியோகஸ்தரை நைட்டு கூப்பிட்டுருக்காங்க. ஒருத்தர் கூடி ஃபோன் எடுக்க கிடையாது. உடனடியாக உத்தரவாதப்பட்ட ஆளுங்க அவருடைய ஆட்டோவுக்கு உடனடியாக இன்சூரன்ஸ் கிளைம் செய்து ஃபாரஸ்ட் உத்தியோகஸ்தர் உடனடியாக அதுக்குள்ளே கிளைம் கொடுக்கணும். அதுக்கு வேண்டிய நஷ்டபரிகாரம் கொடுக்கணும். இல்லைன்னு சொன்னால் அவங்க பிரதீப்பையும் ஆட்டோவையும் அவங்க குடும்பத்தையும் வச்சு ஃபாரஸ்ட் ஆஃபீஸுக்கு முன்னாடி போராட்டம் நடத்த வேண்டிய சூழ்நிலை ഉണ്ടാവും. രാത്രി 12:30യോടെ എത്തിയ കാട്ടാന വീടിന് സമീപം നിർത്തിയിരുന്ന ഓട്ടോറിക്ഷ തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുകൾ വശവും ഉൾവശവും തകർന്നു. ഓട്ടോറിക്ഷയുടമ പ്രദീപ് ഇത് സംബന്ധിച്ച് വനം വകുപ്പിൽ പരാതി നൽകി. കാട്ടാനകൾ ജനവാസ മേഖലകളിൽ നിന്ന് പിന്മാറാത്തത് കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിലെ കാട്ടുകൊമ്പന്മാരുടെ വിഹാരം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.